കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ്. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പന് ഉച്ചപൂജ കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ, ഞങ്ങളെ കൂടെ ഉണ്ടാവണേ. ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ നല്ല കൗതുകമുണ്ട്. അമ്പാടിയിൽ ഒരു പൊന്നുണ്ണി നിൽക്കണ പോലെ നല്ല കൗതുകത്തിൽ. ആ കളഭത്തിൻ്റെ ഒക്കെ നിറയണ്ടല്ലോ, എന്ത് രസാറിയോ കാണാൻ. തിലകങ്ങളൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. ആ പൊന്നുണ്ണി കണ്ണൻ്റെ തൃപ്പാദത്തിൽ അതാ പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട്. രണ്ട് കുഞ്ഞിക്കാലുമിനും പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട്. പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കൊമ്പേനോട് പറ്റി കിടക്കുന്നുണ്ട്. ഒരു മിടുക്കൻ്റെ ഉണ്ണി. എന്തൊരു കൗതുകം അറിയോ കാണാൻ. നല്ല കൗതുകമുള്ള ഒരു മിടുക്കൻ്റെ ഉണ്ണി. കഴുത്തിൽ നല്ല ഭംഗിയായിട്ട് 5 ഗോപി തിലകങ്ങൾക്കാണ് ആ മാല പോലെ ചാർത്തിയിരിക്കുന്നത്. അത് നല്ല കൗതുകമുണ്ട് കാണാൻ. കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാലയും ചാർത്തിയിട്ടുണ്ട്. കൈവളകൾ തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. വലത്തെ കയ്യിൽ ഒരു പൊന്നോടക്കൊള്ളി പിടിച്ചിട്ടുണ്ട്. ഇടത്തെ കൈ ആരെങ്കിലും ഇങ്ങനെ വെറുതെ വെച്ചിരിക്കുക. ചെവിയിൽ ചെവിപ്പൂക്കള്, നെറ്റീമിൽ സ്വർണ്ണഗോപി. നല്ല മന്ദഹാസം. ഒരു മിടുക്കനാണ്. എന്തൊരു ഭംഗിയറിയോ കാണാൻ. നല്ല കൗതുകമുണ്ട് കാണാൻ. പൊന്നിൻ കിരീടത്തിന്റെ മുകളിലത് ആ തെച്ചിയും തുളസിയായിട്ടൊരു തിരുമുടിമാല, വെളുത്ത പൂവും തെച്ചിയായിട്ടൊരു തിരുമുടിമാല. 2 തിരുമുടിമാലകളാണ് ചാർത്തിരിക്കുന്നത്. അതുപോലെ കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല, 2 ഉണ്ടമാല. ഒന്ന് തെച്ചി തുളസി വെളുത്ത പൂങ്ങിന് ഇടകലർന്ന് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല. മറ്റത് തെച്ചിപ്പൂ വെളുത്തപ്പൂവും ഇടകലർന്ന് അങ്ങനെ ഒന്ന്. അങ്ങനെ 2 ഉണ്ടമാലകളും 2 തിരുമുടിമാലകളും ആ പൊന്നുണ്ണിക്കണ്ണന് ചാർത്തിരിക്കണത്. ഈ പൊന്നുണ്ണിക്കണ്ണൻ്റെ ഇടത്ത് ഭാഗത്തായിട്ട് ഒരു വെണ്ണക്കുടവും വെച്ചിട്ടുണ്ട്. എന്താ ആ കണ്ണൻ്റെ നിപ്പ് കണ്ടാൽ എന്താ തോന്നുക? ഇടത്ത് ഭാഗത്ത് ഒരു വെണ്ണക്കുടം വെച്ചിട്ട് കഴിക്കാൻ തുടങ്ങിയിട്ടില്ല ഉണ്ണിക്കണ്ണൻ. കയ്യിൽ ഓടക്കുഴലുണ്ട്. അത് അരയിൽ തിരികിയിട്ട് എല്ലാവരോടും, ഗോപന്മാരോടും പക്ഷിമൃഗാദികൾ കുരങ്ങനോടും തത്തയോടൊക്കെ മയിലിനോടൊക്കെ തന്നെ വരാൻ പറഞ്ഞിട്ട് കഴിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ഉണ്ണിയെ തോന്നും കണ്ടാൽ. അത്ര രസമായിട്ട്. അതൊന്നും ചാർത്തിയിട്ടില്ല, എന്നാൽ ആ സങ്കല്പം അങ്ങനെ കണ്ടാൽ, നിൽക്കണ കണ്ടാൽ. കുടത്തിൽ വെള്ളം നിറച്ച് വെച്ച് അമ്പാടിന് പൂമുഖത്ത് ഇങ്ങനെ നിൽക്കുക. എല്ലാ കൂട്ടുകാരും ആ മരത്തിൻ്റെ മുകളിൽ നിന്നൊക്കെ ചാടി വരാണ്ട് കുറേ ആൾക്കാർ ഗോപന്മാരും ഉണ്ട്. അവർക്ക് എല്ലാവർക്കും വാരി കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു പൊന്നുണ്ണിക്കണ്ണൻ. ഒരു കുട നിറയെ വെണ്ണ ഉണ്ട് ആ പൊൻകലത്തിൽ. അതിങ്ങനെ അടുത്ത ഭാഗത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ തയ്യാറായി നിൽക്കുന്ന ഒരു ഉണ്ണിയ ശ്രീലകത്ത് കേട്ടോ. അതുപോലെ ഈ തിരുമുടിമാലകളുടെ മുകളിൽ വിധാനമായിട്ട് 4-5 ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. താമരൻ തുളസിയായിട്ട് 2 തെച്ചിയും തുളസിയായിട്ട് 2, കണ്ണന് പ്രിയപ്പെട്ട തുളസി മാത്രമായിട്ട് 2. അങ്ങനെ 5-6 ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട്. ശ്രീലകത്തേക്കൊക്കെ നല്ല സന്തോഷമാണ്. ആ പൊന്നുണ്ണി കണ്ണൻ വെണ്ണ കൊടുക്കാൻ തയ്യാറായി നിൽക്കണം. ആ നിൽപ്പുണ്ടല്ലോ, അത് നല്ല ഭംഗിയാണ് കാണാൻ. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ആ പത്മരാഗത്തിനു വേണ്ടിയെല്ലാം, ശ്രീകൃഷ്ണരാഗത്തിനു വേണ്ടി മാത്രം ഈ നാഗകന്യാമണി അല്ല, ഈ ജീവസൗഭാഗ്യ കന്യാമണി കാത്തു നീണാൾ. എനിക്കു പേരില്ല, പഠിപ്പുമില്ല, ഞാൻ ചന്ദ്രനല്ല, ഇന്ദ്രനുമല്ല തീർച്ച. ഞാൻ കൃഷ്ണപദാംബുരുഹത്തിൽ നിത്യം പറ്റിക്കിടക്കും പരമാണു മാത്രം. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ശ്രീലകത്തത് ആ പൊന്നുണ്ണിക്കണ്ണൻ പൊന്നോടക്കോഴും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് നിൽക്കണേ. അടുത്ത ഭാഗത്ത് കാലിൻ്റെ അടുത്തായിട്ട് ഒരു കുടം വെണ്ണയും വെച്ചിട്ടുണ്ട്. ആ പൊന്നും കുടത്തിൽ വെണ്ണ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കണം. ആ പൊന്നുണ്ണിക്കണ്ണനെ കാണാൻ നല്ല കൗതുക. മിടുക്കനായിട്ടുണ്ട്. കൂട്ടത്തിൽ നമുക്കും കൈ കാണിക്കാം. കണ്ണൻ നമ്മുടെ കയ്യിലും വെണ്ണ തരും. ഒരു സന്തോഷമല്ലേ ഗുരുവായൂരപ്പ? അങ്ങനെ സങ്കല്പിച്ചൊക്കെ ഒരു ആനന്ദമാണ് അതൊക്കെ. അങ്ങനെ ആ തൃപ്പാദത്തിൽ വീണ് നമസ്കരിച്ച് ആ തൃപ്പാദം 2 മുറുകെ പിടിച്ച് വെണ്ണയ്ക്ക് തയ്യാറായിട്ട് നിൽക്കുക. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ പുഞ്ചിരി, പാൽപുഞ്ചിരി കണ്ടിട്ട് ആനന്ദത്തിൽ ആറാടുക. എന്നിട്ട് ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം നോക്കി ഉറക്ക നാമം ജപിക്കാം. ആ സച്ചിദാനന്ദക്കെട്ട് അങ്ങനെ അനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കണത്. അങ്ങനെ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഉറക്ക നാമം ജപിക്കാം നമുക്ക്. കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. നാരായണ 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 ഹരേ ഹരേ.